താരസംഘടന അമ്മയിലെ തർക്കത്തിൽ ശ്വേതാ മേനോനോട് ചോദ്യങ്ങളുമായി സംവിധായകൻ വിനയൻ. സംഘടനയിലെ പവർ ഗ്രൂപ്പിനെതിരെ ശ്വേത ആത്മാർത്ഥമായി നിലകൊള്ളുമോ എന്നാണ് ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മയിലെ ആരും പിന്തുണച്ചു കണ്ടില്ല. റിപ്പോർട്ടിലെ നടപടികളൊക്കെ അമ്മയിലെ ആളുകൾ തന്നെ ഇടപെട്ട് തടഞ്ഞില്ലേ എന്നും അന്വേഷണം പുനരാരംഭിക്കാൻ സർക്കാരോട് ആവശ്യപ്പെടുമോ എന്നും വിനയൻ ചോദിക്കുന്നുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ വിനയനോട് അമ്മയോട് ഇപ്പോൾ വിനയന്റെ ചോദ്യങ്ങളായി വരുന്ന കാര്യങ്ങളിൽ ഫേസ്ബുക്കിലൂടെയാണോ ഈ പ്രതികരണം? താരസംഘടനയിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഹേമ കമ്മിറ്റിയെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക നിലപാട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കുന്ന കുറ്റാരോപിതർ സംഘടനയുടെ തലപ്പത്ത് വരില്ല എന്ന മട്ടിലുള്ള പരാമർശം ശ്വേതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് ആത്മാർത്ഥമായാണോ എന്ന് വിനയൻ ചോദിക്കുകയാണ്. താനും തിലകനും അടക്കമുള്ളവർ ഈ പവർ ഗ്രൂപ്പിന്റെ പലതരത്തിലുള്ള വേട്ടയാടലുകളെ നേരിട്ട ആളുകളാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരാൻ അല്ലെങ്കിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുമോ എന്നടക്കമുള്ള ചോദ്യം ചോദിക്കുകയാണ്. റിപ്പോർട്ടിന്റെ 141 മുതൽ 144 വരെയുള്ള പേജുകളിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ തുക ചിലവിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കാര്യക്ഷമമായി ഇല്ലാതിരിക്കുന്നു. അങ്ങനെ താരസംഘടനയിലെ കേവലമായൊരു തർക്കത്തിന്റെ പേരിൽ മാത്രമല്ല ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുള്ള ഉറച്ച നിലപാട് തുറന്നു പ്രഖ്യാപിക്കാനും അതിൽ പരസ്യമായി തന്നെ രംഗത്ത് വന്ന് നിലപാട് സ്വീകരിക്കാനും തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. പലപ്പോഴായി ഈ പവർ ഗ്രൂപ്പിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ ഏതാണ് ആ പവർ ഗ്രൂപ്പ് എന്നുള്ള ചോദ്യമാണോ വിനയൻ ചോദിക്കുന്നത്? ഉറപ്പായും, അതായത് താനടക്കമുള്ളവർ നേരത്തെ നേരിട്ട പവർ ഗ്രൂപ്പിനെ എതിരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വേട്ടയാടലുകൾ നേരിട്ടിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അവരെ എതിർക്കാൻ, ആത്മാർത്ഥമായി എതിർക്കാൻ അവരാരെല്ലാം എന്ന് തുറന്നു പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നതിലൂടെ ആ അധ്യായത്തെ വീണ്ടും ഒരിക്കൽ കൂടി തുറക്കാൻ വിനയൻ ശ്രമിക്കുന്നു. പക്ഷേ ആ വഴിക്ക് ഈ തർക്കങ്ങൾ പുരോഗമിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അത്തരമൊരു സാധ്യത എത്രത്തോളം ഉണ്ട്? ഇവിടെ തർക്കം മറ്റൊരു കാര്യത്തെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥ പവർ ഗ്രൂപ്പിനെതിരെ എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിലടക്കം പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പിനെ എക്സ്പോസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ തയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ താൻ സ്വാഗതം ചെയ്യുന്നു, അതിനൊപ്പം നിൽക്കാമെന്നാണ് പറയുന്നത്. ആ സാധ്യത ആ വഴിക്ക് തുറക്കുമോ എന്നത് മറ്റൊരു ചോദ്യമായി അവശേഷിക്കുന്നു. ശരി, ശ്വേതാ മേനോനോട് ചോദ്യങ്ങളുമായി സംവിധായകൻ വിനയൻ എത്തിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് സജോ നൽകിയത്.